ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും മനോഹരമായ ഒരു സുദിനം ആശംസിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വചനം സങ്കീർത്തന പുസ്തകം 34 സങ്കീർത്തനം അതിൻ്റെ 13 വചനം. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുകയും. പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ്. തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷണത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, നാവ് അഗ്നിയാണ്, തീയാണ്. അനേകരെ നമ്മുടെ നാവുകൾ കൊണ്ട് നമുക്ക് മുറിവേൽപ്പിക്കാം, അനേകർക്ക് ആശ്വാസം പകരാം. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട, പലപ്പോഴും നമ്മളുടെ വാക്കുകൾ അനേകരെ വേദനിപ്പിക്കുന്നുണ്ട്, അനേകരെ തകർത്ത് കളയുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാനായിട്ട് നാം ചെയ്യേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്. തിന്മയിൽ നിന്ന് നാവിനെ വിരോധിക്കണം. വ്യാജ സംഭാഷണത്തിൽ നിന്ന് നമ്മുടെ അധരത്തിന് വിശുദ്ധി കൽപ്പിക്കണം. ഒരിക്കലും അശുദ്ധമായ കാര്യം പറയരുത്, തെറ്റായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് പരത്തരുത്, ഗോസിപ്പുകൾ, അപവാദങ്ങൾ പറഞ്ഞ് പരത്തരുത്. ആർക്കും മറ്റുള്ളവർക്ക് ക്ഷീണം വരുന്ന ഒരു കാര്യം, മറ്റുള്ളവർക്ക് അവരുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന ഒരു കാര്യം നമ്മളായിട്ട് പറഞ്ഞ് പരത്താനായിട്ട് ഇടയാകരുത്. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കുവാൻ, അവരെ കരുതുവാൻ നമുക്കിടയാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതിന് ഈ വചനഭാഗം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.